വിവാഹം ഉടൻ നടക്കുമെന്ന സിൽവി ടീച്ചറുടെ വാക്കുകൾ കേട്ടപ്പോൾ സാജൻ സാറിന് നിരാശയായിരുന്നു. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നാമ്പെടുക്കുന്ന പ്രണയത്തിൻ്റെ 60-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. സാജൻ സാറിൻ്റെ മനസ്സിൽ പറയാൻ കഴിയാത്ത പ്രണയവും സിൽവിയുടെ ഉറച്ച നിലപാടും ജിമ്മിയുടെ ആത്മാർത്ഥ സ്നേഹനവും ചേടത്തിയുടെ സ്വപ്നങ്ങളും നിറഞ്ഞ ഒരു മനോഹര ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് കഥയിലേക്ക് പോയാലോ? പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് രണ്ടാമത്തെ പീരിയഡിന് സിൽവിക്കും സാജൻ സാറിനും ഫ്രീ ആയിരുന്നു. ടീച്ചർമാരാരെങ്കിലും ഫ്രീ ആയി ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ മിണ്ടിപ്പറഞ്ഞുകൊണ്ടിരിക്കാമായിരുന്നു. ഇതിപ്പോൾ ബാക്കി എല്ലാവരും ക്ലാസ്സിൽ പോയി. സാറിനോട് ഒന്നും മിണ്ടാനും ഇല്ലാത്തതുകൊണ്ട് സിൽവി എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചിങ്ങോട്ട് നീങ്ങി വന്നിട്ട് സാജൻ സാർ ചോദിച്ചു, സിൽവി ടീച്ചർ, ഈ വർഷം പുതിയ നിയമനമല്ലേ? കഴിഞ്ഞ വർഷം TTC കഴിഞ്ഞതേ ഉള്ളോ, അതോ കഴിഞ്ഞിട്ട് കുറേ വർഷമായതാണോ? TTC കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലമല്ലേ ഞാനിവിടെ 6 മാസം പഠിപ്പിച്ചത്. സാറിന് അതറിയത്തില്ലായിരിക്കും അല്ലേ? അതറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും വീട്. അതുകൊണ്ടായിരിക്കും ഇവിടെ ക്ലെയിമിന് വേണ്ടി പഠിപ്പിക്കാൻ കഴിഞ്ഞത്. എനിക്ക് ക്ലെയിം എടുക്കാൻ വേണ്ടി അകലെ ഒരു സ്കൂളിൽ പോകേണ്ടി വന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി അകലേക്ക് പോയാൽ തന്നെ എന്താ? തിരിച്ചു വരാൻ ഇച്ചിരി വൈകിയാലും പേടിക്കാനൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ കാര്യം അങ്ങനെയാണോ? ടീച്ചർ ഒരുമാതിരി മത്സര പരീക്ഷയ്ക്ക് ഉത്തരമെഴുതുന്നത് പോലെ ഒറ്റ വാക്കിൽ ഉത്തരം പറയുക മാത്രമേ ചെയ്യൂ എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. അത്യാവശ്യത്തിന് വർത്തമാനം പറയുമെന്ന് ഇപ്പോൾ മനസ്സിലായി. അങ്ങനെ വിചാരിച്ചത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത്യാവശ്യം വേണ്ടത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അത് ശരിയാണ്. വളരെ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കാറില്ല, അഥവാ ചുമ്മാ വായിട്ടലയ്ക്കാറില്ല. അത് എനിക്കെന്തുകൊണ്ടോ ഇഷ്ടമല്ല. ഞാൻ ആവശ്യത്തിലധികം സംസാരിക്കാറില്ല, അത്രയേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മാത്രം മറുപടി പറയും. ഇപ്പോഴും ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ടീച്ചർ ഈ വർഷം പുതിയതായി ജോയിൻ ചെയ്തതാണെന്ന് മനസ്സിലായി. ടീച്ചറുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുന്നുവെന്നേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ചാച്ചനും അമ്മയും ഒരു ആങ്ങളയും ഉണ്ട്. ഞാനാണ് മൂത്തത്. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എന്നാൽ ചിലപ്പോൾ ഉടനെ കഴിഞ്ഞേക്കും. ആലോചിച്ച് തീരുമാനിച്ചു വെച്ചതാണോ? ആരാണ് ആ ഭാഗ്യവാൻ? പറഞ്ഞാൽ ഞാൻ അറിയുന്നയാളാണോ എന്നറിയാമല്ലോ. അറിയാൻ സാധ്യതയില്ല, കാരണം ഈ നാട്ടിൽ എനിക്ക് പരിചയക്കാർ കുറവാണ്. അതെനിക്കറിയില്ല, കാരണം സാറിന് ആരെയൊക്കെ അറിയാം എന്നെനിക്കറിയില്ലല്ലോ. സാറിൻ്റെ ഇവിടുത്തെ സ്നേഹിത വലയത്തെപ്പറ്റി എനിക്കൊരു രൂപവുമില്ല. അല്ലെങ്കിൽ തന്നെ കല്യാണ നിശ്ചയം കഴിയുമ്പോൾ ഞാനിവിടെ എല്ലാവരോടും പറയും. ആ കൂട്ടത്തിൽ സാറിനോടും പറയും, തീർച്ചയായും. സാജൻ സാറിന് വന്ന അന്നു മുതൽ തന്നെ സിൽവി ടീച്ചറോട് ഒരു ആഗ്രഹം തോന്നിയതാണ്. വിവാഹം കഴിക്കാൻ പറ്റിയ പെൺകുട്ടിയായിട്ടാണ് തോന്നിയത്. തൻ്റെ മനസ്സിലെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒത്തുചേർന്ന ഒരു പെൺകുട്ടി. എന്തു ചെയ്യാം, 1 കൊല്ലം മുമ്പ് ഇവിടെ വരേണ്ടതായിരുന്നു. അല്ല, വന്നാലും കാര്യമില്ല. അന്ന് ടീച്ചർ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ. അന്ന് കാണാൻ പോലും കഴിയണമെന്നില്ല. വല്ല കുർബാനയ്ക്കും പോകുമ്പോൾ കണ്ടെങ്കിലായി. അങ്ങനെ ഒരു നോക്ക് കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടമായി എന്നും വരില്ല. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഒരു ഓഫീസിലിരിക്കുന്നു, ഒരേ നിലയിലുള്ള ജോലി ചെയ്യുന്നു. അപ്പോൾ ഇഷ്ടം കൂടാൻ സൗകര്യമുണ്ടാകും. പക്ഷേ വിധിച്ചത് തനിക്കല്ല എന്ന് വിചാരിക്കാൻ മാത്രമേ
ഇനി കഴിയുകയുള്ളൂ. പിന്നെ അവർ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ ഇനി അതിനെപ്പറ്റി എന്ത് പറയാൻ? സാജൻ സാർ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അടുത്ത പീരീഡ് 2 പേർക്കും ക്ലാസ് ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും നഷ്ടങ്ങളും നഷ്ടപരിഹാരങ്ങളും കണക്കുകൂട്ടി വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ ആകെ മടുത്തു വശായി. ഓവർ ടൈം ചെയ്ത് കഠിനമായി അധ്വാനിച്ചാണെങ്കിലും അർഹതയുള്ള എല്ലാവർക്കും തന്നെ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുന്നതിൽ അവർ ഏതാണ്ട് വിജയിച്ചു. ആ ദിവസങ്ങളിൽ പലപ്പോഴും ജിമ്മി വരുന്നത് രാത്രി 10 മണിക്കാണ്. അതിരാവിലെ തന്നെ പോവുകയും ചെയ്യും. അന്നമ്മ ചേട്ടത്തിക്ക് ബേബിയും കുടുംബവും കൂട്ടിരിക്കും. അവൻ്റെ കഠിനാധ്വാനത്തിൽ അന്നമ്മ ചേട്ടത്തിക്കൊരൽപ്പം വിഷമമുണ്ടായിരുന്നു. എന്നാലും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നറിയാം. പിന്നെ എന്തിനു വെറുതെ പറഞ്ഞ് പരിഭവമേൽക്കുന്നു? പറഞ്ഞാൽ ഒന്നും അവൻ മാറില്ല. എന്നാലും ഒരു ദിവസം വൈകുന്നേരം വന്നപ്പോൾ അറിയാതെയാണെങ്കിലും ചേട്ടത്തി ചോദിച്ചു പോയി, ഓഫീസിലെ തിരക്കൊന്നും കുറഞ്ഞില്ലേ മോനെ? എന്നും ഇതുപോലെ രാത്രി വരെ ജോലി ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യം ക്ഷയിച്ചു പോകും. മാത്രവുമല്ല, സിൽവി വന്നു കയറിക്കഴിഞ്ഞാൽ ഇതുപോലെ മതിയോ? എല്ലാ ദിവസവും ഇതേപോലെ നിനക്ക് വന്നു പോകാൻ കഴിയുമോ? അപ്പോൾ ഓഫീസിൽ പോയി വരുന്നതിന് ഒരു കണക്കൊക്കെ വേണ്ടേ? എല്ലാവരും നിന്നെപ്പോലെ കഠിനമായി അധ്വാനിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിനോടുള്ള പ്രതിബദ്ധതയാണ് അമ്മേ. എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ മുൻപിൽ വരുന്ന ആളിൻ്റെ അവകാശം സാധിക്കണ്ടേ? നമുക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കണ്ടേ? അതിനല്ലേ നമ്മൾ അവിടെ ഇരിക്കുന്നത്. എൻ്റെ ഒരാളുടെ അശ്രദ്ധ കൊണ്ടോ മടി കൊണ്ടോ ആർക്കെങ്കിലും നഷ്ടം വരരുത്. ഒരാൾക്ക് കിട്ടാനുള്ള അവകാശം നഷ്ടപ്പെട്ടാൽ തീർച്ചയായും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖമാണ്. ഈ അവകാശം വാങ്ങാൻ വരുന്നവർ നീക്കിയിരിപ്പുള്ളവരല്ല, പട്ടിണി പാവങ്ങളാണ്. അവർക്ക് വിഷമം വരാൻ ഞാൻ സമ്മതിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഓഫീസിലെ തിരക്കുകൾ നാളെയോടുകൂടി കുറയും, സാധാരണ പോലെ ആകും. തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞെങ്കിൽ അന്ന് നമ്മൾ പറഞ്ഞ ആലോചന തീരുമാനത്തിലെത്തിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. നെല്ലിമറ്റംകാരോട് വരാൻ പറഞ്ഞാൽ അവരെയും കൂട്ടി അപ്പച്ചൻ ചേട്ടനോട് സംസാരിക്കാം. കൂടുതലൊന്നും ഇനി വേണ്ടല്ലോ. ഇക്കാര്യത്തിൽ എനിക്കിനി കൂടുതൽ അഭിപ്രായമൊന്നുമില്ല. എനിക്ക് അവളെ ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ആലോചന കാര്യങ്ങൾ ഒന്നും എനിക്ക് പരിചയമുള്ള കാര്യമല്ല. അമ്മ അതൊക്കെ വേണ്ടതുപോലെ ചെയ്തുള്ളൂ. അമ്മാവനോടും സോജനോടും പറഞ്ഞാൽ പോരെ? ബാക്കി ഞാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊള്ളാം. മഴക്കാലം ഇനി കൂടിപ്പോയാൽ 1 മാസം കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ചിങ്ങമാസമാകും, നല്ല കാലാവസ്ഥയുമാകും. അപ്പോൾ കല്യാണം നടത്താൻ പറ്റിയ സമയമാണ്. അന്നത്തേക്ക് ആലോചിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇനി അധികം നീട്ടിക്കൊണ്ട് പോകണ്ടടാ. ഏത് കാര്യവും അതിൻ്റെ സമയത്ത് നടക്കുന്നതാണ് ഭംഗി. അമ്മച്ചി കൊച്ചമ്മാവനോടും സോജനോടും ഒക്കെ ഈ കാര്യം ഒരു ദിവസം പറ. അതിനായി നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ചയോ മറ്റോ അവിടെ വരെ ഒന്ന് പോകാം. അവിടെ ചെന്ന് അവരോട് പറഞ്ഞ് അവർക്ക് പറ്റുന്ന ഒരു ദിവസം നോക്കി വന്ന് നിങ്ങൾ ചെന്ന് അപ്പച്ചൻ ചേട്ടനോട് പറഞ്ഞാൽ മതിയല്ലോ. അതിന് 2 പേര് പോയാലും മതി. അവരെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ട കാര്യങ്ങൾ അമ്മാവൻ തന്നെ തീരുമാനിച്ചുകൊള്ളും. അതായിരിക്കും കൂടുതൽ എളുപ്പമുള്ള വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് അടുത്ത ആഴ്ചയോ അതിനപ്പുറത്തെ ആഴ്ചയോ പോയി കൊച്ചിനെ കാണാം. ജിമ്മിയുടെ കൊച്ചമ്മാവനെ അന്നമ്മച്ചേടത്തി വിളിക്കുന്ന പേര് കൊച്ച് എന്നാണ്.
എന്നിട്ട് അവനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാം. എല്ലാ കാര്യങ്ങളും അവൻ ഭംഗിയായി ചെയ്തുകൊള്ളും. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നവൻ പറഞ്ഞു തരികയും ചെയ്യും. അടുത്ത ആഴ്ച ഒഴിവില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ചയായാലും കുഴപ്പമൊന്നുമില്ല. 6 മാസമായാൽ പിന്നെ 6 കാത്തിരിക്കാനാണോ പറ്റാത്തത്? ഒറ്റയ്ക്ക് നിന്നും മടുത്തതുകൊണ്ടാണോ എന്തോ അന്നമ്മ ചേടത്തിക്ക് പിള്ളേരുടെ കല്യാണം നടത്താൻ ഇപ്പോൾ കൂടുതൽ തിരക്കായി. അന്ന് വീടിൻ്റെ പാലുകാച്ചലിന് സിൽവിയെ ഒന്ന് കണ്ടതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടിപ്പോൾ 1 മാസമെങ്കിലും കഴിഞ്ഞു. സിൽവിയെ നേരത്തെ പോലെ കാണാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ തിരക്ക് പിടിക്കുന്നത്. അല്ലെങ്കിൽ മരുമകൾ കൂടി വന്നാൽ പിന്നെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കണ്ടല്ലോ എന്നതുകൊണ്ടുമാകാം. അവൾ സ്കൂളിൽ പോയാലും നേരത്തെ ഇങ്ങ് വരുമല്ലോ. ആ മംഗളകർമ്മം ഉടനെ തന്നെ നടന്നേക്കും. എത്രയും വേഗം നടക്കട്ടെ, അല്ലേ? കുറേ കാലമായല്ലോ 2 എണ്ണവും കാത്തിരിക്കുന്നു. ഇനിയെങ്കിലും അവരുടെ ആഗ്രഹം പൂവണിയട്ടെ. അങ്ങനെയല്ലേ നിങ്ങളുടെയും ആഗ്രഹം? സിൽവിയുടെ വീട്ടിലേക്ക് ഔദ്യോഗികമായി വിവാഹാലോചന എത്താൻ ഇനി എത്ര ദിവസം വേണ്ടി വരും? അതറിയാൻ അടുത്ത ഭാഗം നഷ്ടപ്പെടുത്തല്ലേ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും നൽകി പിന്തുണയ്ക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഭാഗവുമായി മറ്റന്നാൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.